രാവിലെ വീട്ടിൽ മതിലിട്ട് എന്താ പണിക്കാർ വന്ന് അവരുടെ കൂടെ കൂടി പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ ക്ഷീണം മാറ്റി റിലാക്സ് ചെയ്യാനൊന്ന് സിനിമക്ക് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു പൊളിപ്പടാണ് അതിന് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം സിനിമാ തിയേറ്ററിൽ കയറി ഇരിക്കാൻ പോകുമ്പോഴോ ഇതാ കീറിയ സീറ്റും. അവസാനം സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ 100% ചാർജ് ആയി. ഇതാ നോക്ക്, നമ്മുടെ വീടിന്റെ വീട്ടുമുറ്റം ദാ ഈ മണ്ണിലങ്ങ് അലിഞ്ഞു കയറും. കാരണം നമ്മൾ എല്ലാ വർഷവും അനുഭവിക്കുന്ന വെള്ളപ്പൊക്കം കാരണമാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. വീടിന്റെ മുൻവശത്താണ് ഇന്ന് മതിൽ കെട്ടാൻ പോകുന്നത്. കെട്ടുകാർ രണ്ടാളുണ്ട്. മെയിൻ കെട്ടുകാരൻ മധുവേട്ടനും കൂടെ ഒരാളുണ്ട്. ഈ കാണുന്ന കുറച്ച് കല്ലുകൾ ഇന്നലെ തന്നെ അനിയൻ അവിടുന്ന് ഇവിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കെട്ടുകാർക്ക് കുറച്ചും കൂടി എളുപ്പമായല്ലോ. ഇവിടുന്ന് ഇനിയും കല്ലുകൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുണ്ട്. അങ്ങനെ മതിൽ കെട്ടി ഹൈറ്റ് ആക്കാൻ തുടങ്ങി. നമ്മുടെ പഴയ പുറത്തുള്ള ടോയ്ലറ്റിന്റെ കല്ലുകളെല്ലാം പാതകം വെച്ചതിന് ശേഷം മുകളിൽ പുതിയ കല്ലുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാക്ക് സിമെന്റിൽ മതിൽ കെട്ടി തീരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാക്കും കൂടി വാങ്ങാൻ പോവാണ്. പണിക്കാർക്ക് രണ്ടാമത്തെ ചാക്ക് സിമെന്റും കൊടുത്ത് ഒരു 11 മണിയാകുമ്പോൾ ടീ ബ്രേക്ക് മാമന്റെ ചായപ്പൊടി പോയി ഞാനും ഭക്ഷണം കഴിച്ച് പണിക്കാർക്കുള്ള ഭക്ഷണം വാങ്ങിയാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ഇഡ്ലിയും സാമ്പാറും പണിക്കാർക്ക് പുറത്തുനിന്ന് വാങ്ങിയെങ്കിലും കട്ടൻ ചായ ഞാൻ വീട്ടിൽ നിന്ന് വെച്ചു കൊടുത്തു. ഈ ചൂടിന് പണിയെടുക്കുന്നുണ്ട് നല്ല വിശപ്പും ദാഹവും നല്ലോണം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഗവൺമെന്റിന്റെ ഈ ഹെൽത്ത് സർവീസിൽ നിന്ന് NHM സ്റ്റാഫ് വന്നിരിക്കുന്നു. നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള വൃത്തിയും നമ്മുടെ ഹെൽത്തും ചോദിച്ചറിയാൻ വന്നതാണ്. അതൊക്കെ കഴിഞ്ഞു. ഇനി വീണ്ടും പണിയിലേക്ക്. പണിക്കുപ്പായം മാറ്റി അവരോടൊപ്പം ഞാനും കൂടി. ഈ ചൂടത്ത് അവരോടൊപ്പം പണിയെടുക്കുമ്പോഴാണ് അവരെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത് കേട്ടോ. എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരുന്നില്ല. നമ്മളെ ദാഹം മാത്രം തീർത്താ പോരല്ലോ, പാത്രത്തിൽ കുറച്ച് വെള്ളമാക്കി ടെറസിന്റെ മുകളിൽ കൊണ്ടുവച്ചു. ഈ ചൂടത്ത് വെള്ളം കിട്ടാതെ പക്ഷികളെല്ലാം ചത്തു വീഴാതെ നോക്കാം. കല്ല് രണ്ടാമത്തെ ലൈനും കെട്ടാൻ തുടങ്ങി. ആദ്യം മതിൽ കിട്ടിയത് കുറച്ച് മാസം മുന്നേ പുറകിലായിരുന്നു കേട്ടോ. അതിന്റെ ശില്പികളും ഇവര് തന്നെയായിരുന്നു. പരവേശം തീരുന്നില്ല. സോഡ സർവത്ത് കുടിക്കാൻ കൊതിയാകുന്നുണ്ട്. നേരെ മാമന്റെ ചായപ്പീടിയിൽ പോയി ഇഞ്ചിയും കാന്താരിയും പേസ്റ്റാക്കിയ സർവത്ത് കുടിച്ചപ്പോ കുറച്ച് ആശ്വാസം. 2 ഗ്ലാസ് പണിക്കാർക്കും കൂടി കൊടുത്തപ്പോ അവരുടെ കിളി പോയി. അതിർത്തിയിൽ നിന്നും കുറച്ച് ചെടികളെല്ലാം പിഴുതെടുത്തിട്ടുണ്ട്. ഇതിൽ പൂ പിടിക്കില്ലെങ്കിലും ഇതിന്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. തൽക്കാലം മാറ്റി വെക്കാം. അനിയത്തോട് പറഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും നട്ടുപിടിപ്പിക്കാം. 2 ലൈൻ കെട്ടി തീർക്കാൻ കല്ലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൽക്കാലം പണി നിർത്തിവെച്ചു. പണിക്കാർ അവരുടെ ആയുധമെല്ലാം കഴുകി വെച്ച് ഉച്ചക്ക് അവർ തിരിച്ചുപോയി. ശേഷം ഞാനൊന്ന് കുളിച്ച് റെഡിയായി LIC ഓഫീസ് വരെ പോയി. ഇൻഷുറൻസ് പ്രീമിയം തുക അടവ് തെറ്റിയതുകൊണ്ട് ഒരുമിച്ചൊരു തുക ATM എടുത്ത് അടക്കാൻ വേണ്ടി പോവാണ്. അവിടെ തന്നെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി സഹായിച്ച ഒരു സുഹൃത്താണ് ഇദ്ദേഹം. ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ ഒരു സന്തോഷത്തിന് അദ്ദേഹത്തിന് ഞാനൊരു ചോക്ലേറ്റും കൊടുത്തു. തിരിച്ച് അവിടുന്ന് ഒരു ചേച്ചി എനിക്ക് അമ്പലത്തിലെ ഉണ്ണിയപ്പ പ്രസാദം കൂടി തന്നു. അങ്ങനെ ഇൻഷുറൻസ് തുകയെല്ലാം അടച്ച് ക്ലിയർ ആക്കിയതിനു ശേഷം രാത്രിയാകുമ്പോൾ ഞാൻ സിനിമക്ക് പോകണം. ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ സിനിമക്ക് പോയത്. ഇത് നോക്കി ഇരിക്കാൻ നോക്കിയപ്പോഴായിരുന്നു സീറ്റ് കയറിയത് കണ്ടത്. കാഞ്ഞങ്ങാടുള്ള ദീപ്തി തിയേറ്റർ ആയിരുന്നു. ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പടം ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറ്റും. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സീറ്റ് കയറിയതിന്റെ വിഷമവും തീർന്നു. ഉച്ചയ്ക്ക് വെയിലത്ത് പണിയെടുത്തിന്റെ ക്ഷീണവും തീർന്നു. റോഡിൽ ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്. ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. അപ്പൊ എന്നാ അടുത്ത വീഡിയോ കാണാം.